വെൽക്കം ടു കുക്കിംഗ് ലു. കുറേ കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ അല്ലേ. ട്രാൻസ്ഫറൊക്കെ ആയതിനു ശേഷം വീട് സെറ്റാവാൻ സമയമായതുകൊണ്ടാണ് എനിക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇത്രയും കാലതാമസം വന്നത്. ഇതിനിടയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ താഴെയും റെസിപ്പീസൊക്കെ ചോദിച്ചിട്ടുള്ള കമൻസ് വരുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ട് ബോട്ടിൽ ഗാർഡ് പായസം, റിഡ്ജ് ഗാർഡ് ചട്നി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഇന്ന് തൊട്ട് ഓരോ ദിവസവും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊబ్బരിക്കാരമാണ്. കൊబ్బരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ. കൊబ్బരിക്കാരം നമ്മളുടെ ചമ്മന്തിപ്പൊടിയുടെയൊക്കെ ഒരു ആന്ധ്ര കസിനായിട്ട് വരും. ഇതൊരു മൾട്ടി പർപ്പസ് പൊടിയാണ്. അതാണ് ഈ ആന്ധ്ര വിഭവങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് ഒരുപാട് കാലം സ്റ്റോർ ചെയ്യാൻ പറ്റും, പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ കൊబ్బരിക്കാരം തന്നെ ചോറിൻ്റെ കൂടെ നെയ്യ് കൂട്ടി കഴിക്കാം, ഇഡ്ഡലി ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കുകയാണെന്നിരിക്കട്ടെ, അതിന് അവസാനം ഈ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റേ മാറും. പ്രത്യേകിച്ച് ഈ കല്യാണങ്ങൾക്ക് കാറ്ററിംഗുകാരൊക്കെ തരുന്ന വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ പോലത്തെ ഒരു ടേസ്റ്റ് നമുക്ക് എളുപ്പം കിട്ടും. പിന്നെ ഇത് ഉണ്ടാക്കി നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. തേങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് തരം കൊಬ್ಬരിക്കാരം ഉണ്ട്. അതിലൊരു ഫസ്റ്റ് ടൈപ്പാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. കൊబ్బരിക്കാരം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഡ്രൈ കോക്കനട്ടാണ്. 200 ഗ്രാം ഉണങ്ങിയ തേങ്ങ. 200 ഗ്രാം എന്ന് പറയുമ്പോൾ എനിക്കൊരു മുഴുവൻ തേങ്ങ നമ്മൾ ഉണക്കിയെടുത്താൽ എത്ര വരും അത്രയും. ഈ പച്ച തേങ്ങ കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ, പക്ഷേ കൂടുതൽ സമയം വറുക്കേണ്ടി വരും എന്ന് മാത്രം. അതിനുശേഷം ഈ 200 ഗ്രാം ഡ്രൈ കോക്കനട്ട് എണ്ണ പുറത്ത് കാണുന്ന സ്റ്റേജ് വരെ ലോ ഫ്ലെയിമിലൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിയുടെ കളറൊന്ന് ബ്രൗണിഷ് ആയി പോകും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡ്രൈ ചില്ലിയാണ്. ഞാൻ ഗുണ്ടൂർ ഡ്രൈ ചില്ലിയാണ് എടുത്തേക്കുന്നത്. ഗുണ്ടൂർ ചില്ലി നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല എരിവ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ 10 to 15 എടുത്തേക്കുന്നത്. നിങ്ങൾ സത്യമംഗലം ചില്ലി അല്ലെങ്കിൽ ബ്യാഡഗി മിർച്ചിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചെണ്ണം കൂടുതൽ എടുക്കേണ്ടി വരും. ഇതും ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് തണുപ്പിക്കുക. ഇനി സംഭവം എളുപ്പമല്ലേ. മിക്സി ജാർ എടുക്കുക, നമ്മൾ ഉണക്കിയ ഡ്രൈ കോക്കനട്ട് അതിനകത്തേക്ക്, നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഡ്രൈ കോക്കനട്ട് അതിനകത്തേക്ക് ഇടുക. പിന്നെ ഡ്രൈ ചില്ലി, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഗാർലിക്, പിന്നെ 1 ടീസ്പൂൺ ക്യുമിൻ, പിന്നെ ആവശ്യത്തിന് സോൾട്ട് ഒറ്റയടിക്ക് ചേർക്കരുത് കേട്ടോ, കാരണം ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ഒന്ന് അതിൻ്റെ ചൂട് കുറഞ്ഞതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ ഡയറക്റ്റായിട്ട് നെയ്യ് ഒഴിച്ച് കഴിക്കാം, ദോശ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാം. വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ആണെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ ഒരു സ്പൂൺ അതിൻ്റെ മേലെ, ഒരു ടേബിൾ സ്പൂൺ വെതറി കൊടുത്താൽ മതിയാവും. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കഴിഞ്ഞു. ഇനി അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.